സങ്കീർത്തനം 55:22. சங்கீதம் 55:22. நின்ற பாரம் யெகோவாவிடமேல் வச்சுக்கொள்க, அவன் நின்ன புலர்த்தும். நீதிமான் குலுங்கி போகுவான், அவன் ஒரு நாளும் சம்மதிക്കുകயில்லை. கர்த்தர் மேல் உன் பாரத்தை வைத்துவிடு, அவர் உன்னை ஆதரிப்பார். ஆமென். நீதிமான் குலுங்கி போக ஒரு நாளும் அவர் சம்மதியார். നമ്മുടെ ഭാരം വഹിക്കുന്ന അല്ലെങ്കിൽ ചുമക്കുന്ന ദൈവം. നീ ഭാരം ചുമന്ന് ഇവിടെ ഇരിക്കരുത്. നിന്റെ ഭാരം ചുമപ്പാൻ ഒരു ദൈവം നിനക്കുണ്ട്. ആമേൻ. He will sustain you. He will help you. ദൈവം നിന്നെ സഹായിക്കും. ദൈവം കൈവിടുകയില്ല. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവർ തുലാസിൽ വെള്ളിയോ പൊന്നോ, ഐസയാ പ്രവാചകൻ എഴുതുന്ന ഐസ്യ 46:4-6-7 വചനങ്ങൾ. അവർ തുലാസിൽ വെള്ളി തൂക്കുന്ന തട്ടാന് അവർ കൂലിക്ക് വിളിച്ച് അവൻ ആ വെള്ളി കൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കുന്ന. ബൈബിൾ നമ്മ പഠിപ്പിക്കുന്ന തുലാസിൽ വെള്ളി അവർ തൂക്കുന്ന തട്ടാന് കൂലിക്ക് വിളിച്ച് ആ വെള്ളി കൊണ്ട് അവർ ഒരു ദേവനെ ഉണ്ടാക്കുന്ന. ഉണ്ടാക്കിയ ദേവനെ അവർ തോളിൽ ചുമക്കുന്ന. അതിൻ്റെ അർത്ഥം their God is their burden. അവർ ഉണ്ടാക്കിയ ദൈവം തന്നെ അവർക്ക് ഭാരം. ആമേൻ. അവർ ഉണ്ടാക്കിയ ദൈവം അവർക്ക് ഭാരം. അവർ പൊന്നും വെള്ളിയും തുലാസിൽ വയ്ക്കുന്നു, തട്ടാന് വിളിക്കുന്നു, ഒരു ദേവനെ ഉണ്ടാക്കുന്നു. ആ ദേവന് അവർ തോളിൽ ചുമന്ന് നടക്കുന്നു. അതിൻ്റെ ചുരുക്കം, ആ ഉണ്ടാക്കപ്പെട്ട ദൈവം തന്നെ ഉണ്ടാക്കിയ ആളുകൾക്ക് ഭാരം. ആ പശ്ചാത്തലത്തിൽ നമുക്കൊരു ദൈവമുണ്ട്, നമ്മുടെ ഭാരം ചുമക്കുന്ന ദൈവം. ആമേൻ. സന്തോഷമില്ലേ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം ഒരുവനുണ്ട്. എൻകറേജ് യുവർ സെൽഫ്. ആകയാൽ ധൈര്യപ്പെടുക, ധൈര്യപ്പെടുക. അവൻ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, സർവത്തിൻ്റെയും നിർമ്മിതാവ്, സദാ ജീവിച്ചിരിക്കുന്നവൻ, ധന്യനായ ഏകാധിപതി. ഒരു മനുഷ്യനും ഇവനെ കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയില്ല. അത്ഭുത വെളിച്ചത്തിൽ വസിക്കുന്ന മഹാഭയങ്കര ദൈവം. സീനായ് പർവ്വതത്തിൻ കൊടുമുടിയിൽ ആവസിക്കുന്ന ദഹിപ്പിക്കുന്ന അഗ്നി. മോശയുടെ ഭാഷയിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഈ ദൈവം മഹാഭയങ്കരൻ. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ കന്നി പ്രസംഗത്തിൽ വെളിപ്പെടുത്തുന്ന ഇവൻ ജീവനായകൻ. എബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ മഹാഭയങ്കര ദൈവം.
ദാവീദിന്റെ ഭാഷയിൽ ഇവൻ ഏറ്റവും വലിയവൻ. ഞാൻ ആവർത്തിക്കുന്നു, ഇവൻ ആർക്കും ഭാരമല്ല, ഇവൻ എല്ലാവരുടെ ഭാരമും ചുമക്കുന്ന നല്ല ദൈവം. ആമേൻ. ഞാൻ പറഞ്ഞ അതേ വചനത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവൻ അനന്യൻ, അവൻ അനന്യൻ. ഗാഡ് ഈസ് ചേഞ്ച്ലെസ്. നരക്കുവോളം നമ്മെ ചുമക്കുന്നവൻ, നരക്കുവോളം നമ്മെ ചുമന്ന് നമ്മെ വിടുവിക്കുന്ന നല്ല ദൈവം. ഐസയ്യാ പ്രവചനം 40:11 നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഇടയനെ പോലെ, ഒരാട്ടിടയനെ പോലെ അവൻ തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ തൻ്റെ ഭുജത്തിലെടുത്ത് തൻ്റെ മാർബിൽ ചേർക്കുകയും അടിച്ച് ഓട്ടിക്കുകയില്ല. ആട്ടിടയൻ കുട്ടി ആടുകളെ അടിച്ച് ഓട്ടിക്കുകയില്ല. കുഞ്ഞാടുകളെ ആട്ടിടയൻ തൻ്റെ ഭുജത്തിലെടുത്ത് മാർബിൽ ചേർക്കുകയും തള്ളാടുകളെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന പതുക്കെ നടത്തുകയും ചെയ്യുന്ന, ആർക്കും ഭാരമല്ലാത്ത, എല്ലാവരുടെ ഭാരമും ചുമക്കുന്ന നല്ല ദൈവം. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, ആകയാൽ നിന്റെ ഭാരം നീ ചുമക്കരുത്. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും വിടുകയില്ല. അവൻ നിന്റെ ഭാരം ചുമക്കും. ഭാരം, ബർഡൻ, എൻ്റെ ഡിക്ഷണറി തരുന്ന വ്യാഖ്യാനം, weighing down one's heart. മനുഷ്യൻ്റെ ഉള്ള് ക്ഷയിക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അതാണ് ഭാരം. അവൻ്റെ ഉള്ള് ബലഹീനപ്പെടുമ്പോൾ, അവൻ്റെ ഹൃദയം ഭാരം കൊണ്ട് നിറയുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, അതാണ് ഭാരം. നീ ഭാരത്തോട് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നുവോ? മറക്കരുത്, നിനക്കൊരു ദൈവമുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ഭാരം ചുമക്കുവാൻ ഇന്നും ജീവനോടിരിക്കുന്നവൻ. ഏത് നിമിത്തം ഭാരം? വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. സങ്കീർത്തനം 25:16-17 വചനങ്ങളിൽ, ഏകാകിയുടെ മനസ്സിൽ സങ്കടം വർദ്ധിക്കും. ആമേൻ. ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ഏകൻ, എനിക്കാരുമില്ല, എനിക്ക് ഭർത്താവില്ല, എനിക്ക് സഹോദരങ്ങളില്ല, എനിക്ക് അമ്മയപ്പനില്ല, ഞാൻ ഏകൻ. ഏകാകിയുടെ മനസ്സ് സങ്കടം വർദ്ധിക്കും. യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 38 ആണ്ടുകാലം രോഗം പിടിച്ച് കിടന്ന ദ്രോഹി, ഇപ്പോൾ അവൻ്റെ ഭാരം അവൻ്റെ രോഗമല്ല. യേശു അവൻ്റെ അടുക്കൽ വന്നിട്ടും അവൻ പറയുന്നത്, ഞാൻ ഏകൻ, എനിക്ക് ആരുമില്ല. ഏകാകിയുടെ മനസ്സിൻ്റെ പീഡനം, മനസ്സിൻ്റെ ദുഃഖം വർദ്ധിക്കും. പ്രത്യേകിച്ചും മരണം, സെപ്പറേഷൻ, ആരുമില്ല എന്നുള്ള അവസ്ഥയിൽ ആയിത്തീരുന്ന ആളുകളുടെ ഭാരം കർത്താവ് വാഗ്ദത്തം നൽകുന്ന, എനിക്ക് ആരുണ്ടെന്നുള്ള നിലവിളിയോട് എത്തിയിരിക്കുന്നുവോ? സങ്കീർത്തനക്കാരൻ എഴുതുന്ന 68:5, ഞാൻ ദൈവം അരുളി ചെയ്യുന്ന, ഞാൻ അനാഥർക്ക് പിതാ. ആമേൻ, ആമേൻ. അത് ഇംഗ്ലീഷിൽ ഇപ്രകാരം, ഐ ആം എ ഫാദർ ഓഫ് ഫാദർലെസ്. അപ്പൻ ഇല്ലാത്തവന് ഞാൻ അപ്പൻ,
ഭർത്താവ് ഇല്ലാത്ത ആളുകൾക്ക് ഞാൻ കർത്താവ് തന്നെ ഭർത്താവ്. വിധവകൾക്ക് ന്യായപാലനം നടത്തുന്ന ശരിക്കുമുള്ള ന്യായാധിപൻ ഞാൻ. ഐ എം എ റൈറ്റിയസ് ജഡ്ജ് ഫോർ വിഡോസ്. അനാഥർക്ക് പിതാ. നിന്റെ ഭാരം ചുമക്കുന്ന വലിയ ദൈവം നിനക്ക് ഉണ്ട്. രണ്ടാമത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു, നഷ്ടം കഷ്ടം ഉള്ളതും നഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നുവോ, ദാവീദിന് ചെയ്ത അതേ സഹായം നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്യും നിശ്ചയം. 1 സാമുവേൽ 30-18 എല്ലാം നഷ്ടപ്പെട്ട ദാവീദ്, കുടുംബം നഷ്ടപ്പെട്ട്, പെൺമക്കൾ നഷ്ടപ്പെട്ട്, സമ്പാദ്യം നഷ്ടപ്പെട്ട്, കൊട്ടാരം നഷ്ടപ്പെട്ട് ഭസ്മമായി, സർവം നഷ്ടപ്പെട്ട് അവൻ ദൈവസന്നിധിയിൽ കടന്നുപോയി. ദൈവസന്നിധിയിൽ ഒരു ആലോചന ചോദിച്ച്, വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്ത് ചെയ്യണം പിതാവേ? ഷുഡ് ഐ പെർസ്യൂ ദ ട്രൂത്ത് ദാറ്റ് അറ്റാക്ട് മീ? എന്നെ ഇപ്രകാരം തകർത്തുക്കളഞ്ഞ പട്ടാളത്തെ ഞാൻ പിന്തുടരണമോ? God answered him, David, pursue the troop and attack. നീ പിന്തുടരുക, ശത്രുവിനെ അടിക്കുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു 1 സാമുവേൽ 30-18 ഡേവിഡ് recovered all. ഡേവിഡ് recovered all. അവൻ നഷ്ടപ്പെട്ടത് എല്ലാം, ദാവീദ് നഷ്ടപ്പെട്ടത് എല്ലാം അവൻ വീണ്ടുകൊണ്ട്. നഷ്ടം നിനക്കൊരു ഭാരമാണോ? മരണം, പ്രിയപ്പെട്ടവരുടെ മരണം നിനക്കൊരു ഭാരമാണോ? ഈ ദൈവം നിന്റെ കൂടെ ഉണ്ട്. ദാവീദിനെ സഹായിച്ചവൻ നിന്നെ സഹായിക്കും നിശ്ചയമാണ്. വ്യാധി മുഖാന്തരം ഭാരപ്പെട്ട് എത്തിയിരിക്കുന്നുവോ? ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന 8 ആണ്ടുകൾ കിടരോഗിയായി കിടന്ന അയനിയോസ് എന്നുള്ള മനുഷ്യൻ്റെ അടുക്കൽ ക്രിസ്തു പത്രോസിനെ അയച്ച് കൽപ്പിക്കുന്നു, അയനിയോസേ എഴുന്നേൽക്കുക, യേശു നിന്നെ സൗഖ്യമാക്കുന്നത് ഞാൻ കാണുന്നു. അപ്പോൾ അവന് സൗഖ്യം കിട്ടി. 12 ആണ്ടുകാലം രക്തസ്രവം കൊണ്ട് അസ്ഥിയും തോലുമായി സമ്പാദ്യം ഡാക്ടർമാർക്ക് അടിയറ വെച്ച് ഞാനിനി എന്ത് ചെയ്യണം? യേശുവിൻ്റെ അടുക്കൽ വന്ന് ഭയത്തോട് പുറകിൽ വന്ന് കർത്താവിൻ്റെ അങ്കിയുടെ അറ്റം അവൾ തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം. 8 ആണ്ട് രോഗിക്ക് സൗഖ്യം, 12 ആണ്ട് രോഗിക്ക് സൗഖ്യം, 18 ആണ്ട് കാലം ലൂക്കോസ് 13:10 കുനിഞ്ഞിരുന്ന് ബന്ധിക്കപ്പെട്ട ഒരു സ്ത്രീ, യേശു അവളെ തൻ്റെ അടുക്കൽ വിളിച്ച് തൻ്റെ കരം നീട്ടി അവളെ തൊട്ട്. അപ്പോൾ അവൾ നിവർന്ന്, അപ്പോൾ ഉടനെ അവൾ നിവർന്ന് അവൾക്ക് സൗഖ്യം. 38 ആണ്ട് കാലം ബെഥസ്ദാ കുളത്തിൽ കിടന്നവൻ, ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന അവനും സൗഖ്യം. 8 ആണ്ടോ 12 ആണ്ടോ 18 ആണ്ടോ 38 ആണ്ടോ ജീവിതം മുഴുവനും പാളയത്തിന് പുറത്ത് കിടന്ന് നിലവിളിക്കേണ്ട കുഷ്ഠരോഗി, എനിക്ക് മനസ്സുണ്ട് മകനെ, ശുദ്ധമാക, അവനും കർത്താവ് സൗഖ്യം നൽകി. വ്യാധി എന്നുള്ള ഭാരത്തോട് നീ വന്നിരിക്കുന്നുവോ? യേശു നിന്നെയും തൊടും, നിന്നെയും തൊടും. ഡാക്ടർമാർ കൈമലർത്തിയോ, വൈദ്യശാസ്ത്രം കൈമലർത്തിയോ, യേശു കരം നീട്ടും. ആമേൻ. യേശു കരം നീട്ടി നിന്നെ സൗഖ്യമാക്കും. നിന്റെ ഭാരം ചുമക്കുന്ന യേശു ജീവനോടുകൊണ്ട്. കടംഭാരം, ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞു എത്തിയിരിക്കുന്നുവോ? 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഭർത്താവ് പ്രവാചകനായിരുന്നു, സമ്പാദിച്ചു വച്ചത് കടം മാത്രം. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അവളെയും ദൈവം കൈവിട്ടില്ല, അവളെയും സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിച്ചു. ആകയാൽ നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക.
അവൻ പുലർത്തും. ക്ലേശം സങ്കീർത്തനം 90:15 നമ്മെ പഠിപ്പിക്കുന്നു. പ്രശ്നം മുഖാന്തരം ക്ലേശത്തോട് എത്തിയിരിക്കുന്നുവോ, ക്ലേശങ്ങൾക്ക് അനുഭവിക്കുന്ന ക്ലേശങ്ങൾക്ക് തക്ക സന്തോഷം നൽകുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട്. ആമേൻ. തുലാസിൽ വച്ച് നിറച്ചു നോക്കി നീ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് തക്ക സന്തോഷം, ഡിപ്രഷന് തക്ക സന്തോഷം ദൈവം നിനക്ക് തന്ന് തന്നെ പറഞ്ഞേക്കും. ദാവീദ് എഴുതുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ എപ്പോഴും എൻ്റെ വലതു ഭാഗത്ത് വച്ചിരിക്കൊണ്ട് ഞാൻ ഒരു നാളും കുലുങ്ങിപ്പോവുകയില്ല. ആമേൻ. ഈ കർത്താവിനെ നീ വിടരുത്. ഈ രാജാതി രാജാവിനെ നീ വിടരുത്. അവൻ നിന്റെ ഭാരം ചുമക്കുന്ന ഏറ്റവും വലിയ ദൈവം. 1 കൊരിന്ത്യർ 10:13 നമ്മെ പഠിപ്പിക്കുന്ന, ഒരു വ്യക്തിയും തൻ്റെ കഴിവിന് മീതെ ഭാരം അവൻ്റെ തലയിൽ പിടിച്ച് കയറ്റുന്ന ദൈവം അല്ലവേ അല്ല നമ്മുടെ ദൈവം. മനസ്സിലായവർ കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആമേൻ. ആരുടെയും കഴുത്തിൽ അവൻ്റെ കപ്പാസിറ്റിക്ക് അധികം കഴിവിന് മേലായി കഷ്ടത അനുവദിക്കുന്ന ദൈവം അല്ലവേ അല്ല. കഷ്ടത കൊണ്ടോ അതിൻ്റെ പോംവഴിയും ദൈവം നിൻ്റെ ജീവിതത്തിൽ വച്ചിട്ടേ ഭാരം നിൻ്റെ ജീവിതത്തിൽ അനുവദിക്കുകയുള്ളൂ. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന യോഹന്നാൻ 16:33 റോമർക്ക് എഴുതിയ ലേഖനം 5:3 റോമർക്ക് എഴുതിയ ലേഖനം 8:28 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിൻ്റെ അവസാനം തിന്മയല്ല സഹോദരങ്ങളെ, നന്മ മാത്രമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ. കഷ്ടതയിൽ ധൈര്യം. ആമേൻ. കഷ്ടതയിൽ ആത്മഹത്യയല്ല, കഷ്ടതയിൽ നാടുവിടുക അല്ല, കഷ്ടതയിൽ ധൈര്യം നൽകുന്ന ഒരേ ദൈവം, ഏക ദൈവം. ധൈര്യപ്പെടുവിൻ. ലോകത്തെ ഞാൻ ജയിച്ചിരിക്കുന്ന ഒടുവിൽ ജയം. റോമർ 5:3 ഭാവിയിൽ നിനക്കൊരു പ്രത്യാശ, നിനക്കൊരു ഹോപ്പ് എൻ്റെ ദൈവം നൽകും. ഭാരം ചുമക്കുന്ന നല്ല ദൈവം. ആകയാൽ ഒന്നിനെക്കുറിച്ചും നീ വിചാരപ്പെടരുത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6-7 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, ഒന്നിനെക്കുറിച്ച് നീ വിചാരപ്പെടരുത്, പകരം എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ അവൻ നിന്റെ ഭാരം നിനക്ക് മാറ്റിത്തരും, നിശ്ചയമാണ്. മിനിസ്ട്രി ഓഫ് ജീസസ് പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.